ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു അഫ്ഗാനി സ്വീറ്റാണ്. പേട അല്ലെങ്കിൽ കാജു കട്ട്ലി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഷീർ പീര എന്നാണ് ഇതിൻ്റെ പേര്. മിൽക്ക് പൗഡർ ഫഡ്ജ് എന്നും പറയും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലൊരു ബേക്കിംഗ് പേപ്പറോ അല്ലെങ്കിൽ വാക്സ് പേപ്പറോ വെച്ചിട്ട് ഒന്നങ്ങ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്യാം. അടുപ്പ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ. അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് തിളക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ഇനി അതിലേക്ക് ഒരു കഷ്ണം പട്ടയും ഒരു ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതൊക്കെ കണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. തിളച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ബബിൾസാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നിറയെ ബബിൾസ് വന്നിട്ടില്ല, ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നായിട്ട് വന്ന് തുടങ്ങി. അങ്ങനെ ഫുള്ളായിട്ട് വന്നു. ഇനി ഇത് കുറച്ച് കഴിയുമ്പം ഈ ബബിൾസിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി വരും. അതായത് വലിയ വലിയ ബബിൾസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇപ്പോൾ അത് കണ്ടില്ല, ചെറിയ ബബിൾസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒറ്റനൂൽ പരുവം കിട്ടിയിട്ടില്ല. ഇനി ഒറ്റനൂൽ പരുവം കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ബബിൾസ് വലുതായി വരും. അപ്പോൾ നമ്മൾ ഒറ്റനൂൽ പരുവം നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്ന് ഈ പട്ടയും ഏലക്കായും എടുത്ത് ഒഴിവാക്കുക. തീ കുറയ്ക്കുക, നന്നായിട്ട് കുറച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിലായിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തീ കുറച്ച് വെക്കുക. ഇനി അതിലേക്ക് 2 കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആകെ പാൽപ്പൊടിയും പഞ്ചസാരയും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. പാൽപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒറ്റയടിക്ക് ഒന്നായിട്ട് 2 കപ്പ് ചേർക്കരുത്. കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്നങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അത് പ്രത്യേകം പറയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് വേറെ എന്തെങ്കിലും സ്പൂൺ എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കണ്ടില്ല, സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുക. പിന്നെ ഒറ്റനൂൽ പരുവം ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് ഹാർഡായിട്ട് പോകും. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ പല്ലുമ്മൽ ഒട്ടുന്ന പോലെ ആവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി പഞ്ചസാരൻ്റെ ആ സിറപ്പിന് എത്തിയതിന് ശേഷം മാത്രം പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെക്കുക. അത്രയേ ഉള്ളൂ ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ ടൂട്ടി ഫ്രൂട്ടി, ബദാം, പിസ്ത, കുറച്ച് റേസിൻസുമാണ് ഇട്ട് കൊടുത്തത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം നട്ട്സ് ഇട്ട് കൊടുക്കണം എന്തായാലും, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ്, അതായത് കടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയാൻ വെയിറ്റ് ചെയ്യരുത്, പാനിൽ കിടന്നാൽ അത് സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ അതേ നട്ട്സ് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം, പിസ്ത, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ മഞ്ഞയും കറുപ്പും ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി ഇതൊന്ന് അമർത്തി കൊടുക്കുക. ഒരു ബേക്കിംഗ് ഷീറ്റും കൂടെ മുകളിൽ വെച്ചിട്ട് ഈ നട്ട്സൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അവിടെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് എന്തായാലും മതി, ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്താൽ കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബേക്കിംഗ് ഷീറ്റൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ട് കുറച്ച് സമയം പുറത്ത് വെക്കുക. അതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കട്ടായി കിട്ടൂല. പിന്നെ ഇത് മൂടി വെക്കണം, തുറന്നിടരുത്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും തുറന്നിടരുത്, ഫ്രിഡ്ജിൽ വെക്കുക, അടച്ച് വെച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.